വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയോ ഞങ്ങളെ പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി, അതിനകത്തിലെ കാൽവിരലിൽ വിരിയും കവിത. എന്താണ് കാൽവിരലിൽ വിരിയും കവിത? അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഇത് പഠിപ്പിച്ചു കുഞ്ഞുങ്ങളെ. നമ്മുടെ ടീച്ചർമാരൊക്കെ നല്ലതുപോലെ എടുത്ത് കാണും. നല്ലതുപോലെ അറിയാവുന്ന കുട്ടികൾ അതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഈ മലയാളത്തിൻ്റെ ഈ ചാപ്റ്റർ ഒന്നും അറിയാൻ വയ്യാത്തവർ മാത്രം എൻ്റെ ക്ലാസ് കണ്ടാൽ മതി കുഞ്ഞുങ്ങളെ. ഞാൻ ഒരിക്കലും എൻ്റെ ക്ലാസ് നിർബന്ധമായിട്ട് കാണണമെന്ന് പറയുന്നില്ല. കാരണം സ്കൂളിലോ അല്ലെ ട്യൂഷൻ്റെ എവിടെയോ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയാൽ മതി. ഏതായാലും ആൻസർ എഴുതിയാൽ മതി. അപ്പം നമുക്ക് ഒന്നാമത് ഈ പാഠത്തിനകത്തിൽ നോക്കിക്കേ. ഫസ്റ്റ് പാഠം തന്നെ കാൽവിരലിൽ വിരിയും കവിത എന്നാണ് കേട്ടോ. ആശയാവിഷ്കരണത്തിൻ്റെ ഉദാത്ത രൂപമായ കല മനസ്സിനെ എന്താക്കുന്നു? പ്രകാശിതമാക്കുന്നു. അനുഭൂതിയായും സാന്ത്വനമായും വിസ്മയമായും മാറുന്ന അത്ഭുത കാഴ്ചയാണ് ചിത്രകല. നോക്കിയേ, കാൽവിരലിൽ വിരിയും കവിത എന്നാണോ നിങ്ങളെ. എന്താണ് ഈ പാഠം? ഇതിൻ്റെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയാണിത്. എന്താ നിങ്ങളെ? ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയാണ് എൻ്റെ ഇടതുകാൽ അല്ലെങ്കിൽ മൈ ലെഫ്റ്റ് ഫൂട്ട് എന്ന് പറയുന്നത്. മൈ ലെഫ്റ്റ് ഫൂട്ട് അല്ലെങ്കിൽ എൻ്റെ ഇടതുകാല എന്ന ഗ്രന്ഥം 1954 ഈ ആത്മകഥ ഐറിഷ് ചിത്രകാരൻ എഴുതുന്നത്. പേരൊക്കെ നല്ലപോലെ അറിയണേ നിങ്ങളെ. എന്താണ്? ക്രിസ്റ്റി ബ്രൗൺ. ഇതിനകത്ത് ഓരോ പാഠവും എഴുതുന്നത് ആരാ, എന്തിനെ കുറിച്ചാണെന്നൊക്കെ അറിയണം കേട്ടോ. ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയാണ് എൻ്റെ ഇടതുകാൽ അല്ലെങ്കിൽ മൈ ലെഫ്റ്റ് ഫൂട്ട് എന്ന ഗ്രന്ഥം. 1954 ഈ ആത്മകഥ ഐറിഷ് ചിത്രകാരൻ എഴുതുന്നത്. സെറിബ്രൽ പാൾസി എന്ന രോഗത്തോടെ ജനിച്ച ക്രിസ്റ്റി തൻ്റെ ഇടതുകാലിലെ പെരുവിരലിനിടയിൽ വെച്ചാണ് ചിത്രങ്ങൾ രചിച്ചത്. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ചലനരഹിതങ്ങളോ ചിലപ്പോൾ വിറയൽ പോലെ വരുന്ന അവസ്ഥയിലോ ആകാം. അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ തൻ്റെ വിജയത്തിൻ്റെ കഥ കൂടിയാണ്. 1989 ഈ ആത്മകഥ സിനിമയായിട്ട് വന്നു കേട്ടോ. ലോക സിനിമാ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയും ചെയ്തു. ആ ആത്മകഥയിലെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പാഠം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി നമുക്ക് പാഠം ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. അല്ലെങ്കിൽ എന്തുവാന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നില്ല. എന്തുവാണ് ക്വസ്റ്റ്യൻ ആൻസർ? നിങ്ങൾക്ക് എനിക്കറിയാം, ടെസ്റ്റ് മലയാളം നമ്മൾ തല്ലിക്കൊന്നാൽ നമ്മൾ വായിക്കത്തില്ല ഇല്ലയോ? അതല്ലയോ നിങ്ങളെ സത്യം. ടെസ്റ്റ് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ഞാൻ വായിക്കുന്നത് കേട്ടിരിക്കാൻ പാടില്ലല്ലോ, ഉണ്ടോ? അപ്പം അത് കേട്ടിരിക്കും കേട്ടോ. നോക്കിയോ നിങ്ങളെ, എൻ്റെ സൗണ്ടിനൊരു ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് സഹിച്ചോടെ കേട്ടോ. നോക്കിക്കോ. അന്നുവരെ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവോ? ഇല്ല തന്നെ. എൻ്റെ ഇടതുകാലിനെ കുറിച്ചല്ലാതെ അതിൻ്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലുമൊക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചല്ലാതെ, അതും ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രം. അവ തൻ്റെ എത്ര വികൃതങ്ങളായിരുന്നു! കറുത്തിരണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാരക്കുന്നുകൾ, കനത്ത് പടരുന്ന പച്ചപ്പുകൾ, അവയ്ക്കരികിൽ ഒട്ടിച്ചു വെച്ച നീല കടൽ, ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല കേട്ടോ. പക്ഷേ അവൾ ഡെലാഹണ്ട്, ഇതിനകത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പേര് നോക്കിക്കൊണ്ടോ നിങ്ങളെ. പക്ഷെ അവൾ ആരാ? ഡെലാഹണ്ട് എൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ, എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായിട്ട് ഞാൻ കേട്ടു. അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആകട്ടോ. അതെന്നും തുടിച്ചിരുന്നു എന്ന് അറിഞ്ഞു. എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്ക് വേണ്ടി അല്ലെ ആഹ്ലാദത്തിന് വേണ്ടി ഉള്ളതല്ല. അത് എന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചു. എനിക്കും എൻ്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഞാനും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളുമൊക്കെ നിലത്ത് ക്രമീകരിച്ച് വെച്ചു. അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അയ്യോ,
എനിക്കത് കഴിയില്ലല്ലോ. കേട്ടോ, ഞാൻ ഇച്ചിരി സ്ലോ വായിക്കുന്ന അക്ഷരങ്ങൾ നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ, വായിക്കാൻ അറിയണം കേട്ടോ. സെറിബ്രൽ പാൾസി എന്ന ക്രൂരൻ എന്നെ കീഴ്പ്പെടുത്തി ശാരീരിക ചലനങ്ങളെയെല്ലാം തളർത്തിയപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയണം എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുക ഇല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വെക്കണം. അച്ഛൻ എന്നെ എടുത്ത് അവയ്ക്ക് നടുവിൽ കൊണ്ടിരുത്തും എന്നാണ്. അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് ഞാൻ കണ്ടത്. അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആകട്ടോ. എന്താ കണ്ടത്? 12നും 16നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചായിരുന്നു അത്. സിൻഡ്രല്ല തൻ്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അവർക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട്. ആ ചിത്രമാണ് പെയിൻറ് ചെയ്യേണ്ടത്. 12 വയസ്സ് കഴിഞ്ഞ് ഏറെ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ശരറാന്തലുകൾക്ക് കീഴെ നൃത്തം ചെയ്യുന്ന സിൻഡ്രല്ല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. പെയിൻറ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയും അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം, വർണ്ണപ്പൊലിമ, നിറങ്ങളുടെ ഇടം, ചേർച്ച, ലയം എല്ലാം പൂർണ്ണമായ ചിത്രം. ഇനി അതിൻ്റെ പകർപ്പെടുക്കുകയേ വേണ്ടൂ. എങ്കിലും അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുത്തു. ചെയ്തു നോക്ക്, അമ്മ പറഞ്ഞു. ഏറ്റവും മികവാർന്ന ചിത്രമാകണമെന്നൊന്നുമില്ലല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്ക്. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റിങ് പൂർത്തിയാക്കി. സിൻഡ്രല്ലയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക നിറങ്ങളും നൽകി. മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആവാഹിച്ചു കഴിഞ്ഞുവെന്ന് തോന്നി. എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഇടത് കാലിലെ ബ്രഷ് വഴങ്ങി. ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ നോക്കി. ഇനി ചായം കൊണ്ടൊന്നും തൊടുക പോലും വേണ്ട. സംതൃപ്തിയോടെ, ചെറിയൊരു തളർച്ചയോടെ നിലത്തിരുന്ന ഞാൻ ഡെലയുടെ ശബ്ദം കേട്ടു. അമ്മ അവളോട് പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചും ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആഹ്ലാദത്തിൻ്റെ അനുരണനങ്ങളെക്കാൾ സഹതാപത്തിൻ്റെ അംശമുണ്ടായിരുന്നുവോ? ചിത്രം പൂർത്തിയാക്കിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. പക്ഷേ ഡെലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി. ചിത്രം തീർച്ചയായും മത്സരത്തിനയക്കണം, അവൾ പറഞ്ഞു. അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു. പിന്നെ വൈകിയില്ല. ഞാൻ ചിത്രത്തിൽ ചില മിനുക്കുപണികൾ കൂടി നടത്തി. അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ ഏൽപ്പിച്ചു. ഓ, അതൊക്കെ വെറുതെ സമയം മെനക്കെടുത്താനായിരിക്കും. എനിക്ക് അവിടെ സമ്മാനം കിട്ടാൻ ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. ഡെലയ്ക്ക് വേണ്ടി ഞാൻ വരച്ചു, അത്രമാത്രം. ആ വെള്ളിയാഴ്ച ആരോ കതകിന് മുട്ടി. അതൊക്കെ നോക്കിക്കൊണ്ടോ ഞങ്ങളെ. അമ്മ തുണി അലക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്ന് പെയിൻറ് ചെയ്യുകയായിരുന്നു. അത് പതിവില്ലാത്തതാണ്. അമ്മ കയ്യിൽ സോപ്പ് പതയുമായി എത്തി ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു. വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും, അതൊരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ, ഫോട്ടോഗ്രാഫറുമായിരുന്നു. ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്ന പെയിൻറ്റിങ് തുടർന്നു. അപ്പോൾ അത് സത്യം തന്നെയാണ്. അവരിൽ ഒരാൾ പറയുന്നത് കേട്ടു. അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു. ഒടുവിൽ ഞാനിരുന്ന് പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അവർ പോയി. എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത്. അടുത്ത ഞായറാഴ്ച ഞാൻ മുകളിലത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്ന ദിവാസ്വപ്നം കാണുകയായിരുന്നു. അച്ഛനതാ പടികൾ അതിവേഗത്തിൽ ഓടിക്കയറി വരുന്നു. പടി കയറിയ കിതപ്പിനിടയിലും ആ മുഖത്തെ തിളക്കം എനിക്ക് കാണാം. അച്ഛൻ്റെ കൺതടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണുന്നില്ല. അച്ഛൻ എന്നെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി. നോക്ക് എടാ, നീ
നേടിയടാ, നീ നോക്കി എന്ന് പേപ്പറിനകത്തിൽ വന്ന് പറയുക. സൺഡേ ഇൻഡിപെൻഡൻസിലെ ഒരു കോപ്പിയുടെ മധ്യ പേജ് അച്ഛൻ എൻ്റെ മുഖത്തിനു മുന്നിൽ നിവർത്തി കാണിച്ചു. അത് സത്യമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫ്. ഷോർട്ട് ട്രൗസർ ഇട്ട ഒരു ചെറിയ കുട്ടി, അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരയ്ക്ക് താഴെ പിണഞ്ഞു കിടക്കുന്നു. ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുന്നു. അച്ഛൻ എന്നെ താഴത്തെ നിലയിൽ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് എടുത്തുകൊണ്ടുവന്നു. എൻ്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് നിശബ്ദരായി. പിന്നെ ആഹ്ലാദത്തിൻ്റെ കയ്യടി ഉയർന്നു. അമ്മ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം നിലത്തിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനെ എന്ന വിളിയോടെ തെരുതെരെ ഇരു കവിളുകളിലും ഉമ്മ വച്ചു. അല്പം അകലെ നിന്ന് തൃപ്തിയോടെ എല്ലാം നോക്കിക്കണ്ട് കണ്ണു നിറയ്ക്കുന്ന ഡെലയുടെ നേർക്ക് ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നായിരുന്നു. ഇതാണ് മൈ ലെഫ്റ്റ് ഫുട്ട്, ക്രിസ്റ്റി ബ്രൗൺ. ഇതാണ് നിങ്ങളെ നമ്മുടെ ചാപ്റ്റർ. കഥ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഇതിനകത്തിലേക്ക് ചോദ്യങ്ങൾ നോക്കാം. നോക്കണേ. ഫസ്റ്റ് നോക്കിയേ, നമുക്കത് 3-4, അതായത് പ്രസരിക്കുക എന്ന് വെച്ചാൽ പരക്കുക, ആവാഹിക്കുക, നയിക്കുക, പരിചരിക്കുക, ശുശ്രൂഷിക്കുക, ആഹ്ലാദം, ആനന്ദം, അന്തിമം, അവസാനം, ദിവാസ്വപ്നം എന്ന് വെച്ചാൽ പകല് കാണുന്ന സ്വപ്നം എന്നാണ്. അപ്പോൾ അത്രയും നല്ലതുപോലെ പഠിക്കണേ. ഇനി ഒന്നാമത്തെ ചോദ്യം ടെസ്റ്റിലെ, എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. എപ്പോഴാണ് ഹൃദയതാളം ഉയർന്നത്? നോക്കണേ നിങ്ങൾ, അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കണേ. എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായിട്ട് ഞാൻ കേട്ടു. എപ്പോഴാണ് എൻ്റെ ഹൃദയതാളം ഉയർന്നത്? ക്രിസ്റ്റി ചിത്രങ്ങൾ വരയ്ക്കുമെങ്കിലും അവയെക്കുറിച്ച് വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്റ്റിയുടെ കൂട്ടുകാരി ഡെലാ ഹണ്ട്, പേരോർത്തോണേ നിങ്ങളെ, ആ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളായി എണ്ണിയപ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായിട്ട് അവൻ കേട്ടു. ഒന്നാമത്തെ ചോദ്യം എങ്ങനെ എളുപ്പമല്ലേ? ഒന്നുകൂടെ വായിക്കണോ നിങ്ങളെ? വായിക്കാൻ അറിയാമോ? ക്രിസ്റ്റി ചിത്രങ്ങൾ വരയ്ക്കുമെങ്കിലും അവയെക്കുറിച്ച് വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്റ്റിയുടെ കൂട്ടുകാരി ഡെലാ ഹണ്ട് ആ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളായി എണ്ണിയപ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായിട്ട് അവൻ കേട്ടു. വായിക്കാൻ അറിയാമല്ലോ. അടുത്ത, സൺഡേ ഇൻഡിപെൻഡന്റ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത്? രണ്ടാമത്തെ നോക്കണേ നിങ്ങളെ. ഒരു ദിവസം ക്രിസ്റ്റി തൻ്റെ ഇടങ്കാൽ കൊണ്ട് സൺഡേ ഇൻഡിപെൻഡന്റിൻ്റെ പേജുകൾ മറിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ അറിയിപ്പ് കണ്ടത്. 12-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നു അത്. കേട്ടോ, പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നതെന്ന്? ഏതായിരുന്നു? ക്രിസ്റ്റി തൻ്റെ ഇടത്തെ കാലുകൊണ്ട് സൺഡേ ഇൻഡിപെൻഡന്റിൻ്റെ പേജുകൾ മറിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ അറിയിപ്പ് കണ്ടത്. 12-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നു അത്. ആ വെള്ളിയാഴ്ച ആരോ കതകിന് മുട്ടി. ആരാണ് വന്നത്? എന്തിനായിരുന്നു വന്നത്? നമ്മളിപ്പോൾ വായിച്ചായിരുന്നില്ലേ നിങ്ങൾ? എന്തിനായിരുന്നു അവർ വന്നത്? നോക്കിക്കേ, സൺഡേ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? സൺഡേ ഇൻഡിപെൻഡന്റിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നത്. കേട്ടോ, ആ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നത്. പെയിൻറ്റിങ്ങിന് സമ്മാനം ലഭിച്ചതിനാൽ പത്രത്തിൽ വാർത്ത കൊടുക്കാനും ഫോട്ടോ കൊടുക്കാനുമാണ് അവർ വന്നത്. അമ്മയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ക്രിസ്റ്റിയുടെ ഒരു ഫോട്ടോ അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നല്ലോ നിങ്ങളെ. നിങ്ങൾക്ക് ആ കഥ നല്ലപോലെ വായിച്ചപ്പം മനസ്സിലായ കാര്യങ്ങൾ അത് വൃത്തിയായിട്ട് തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞത് തന്നെ നിങ്ങൾ പോയി പഠിച്ചെഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ടെസ്റ്റ് നല്ലതുപോലെ ഇരുന്ന് വായിക്കണം. പിന്നെ അതിനകത്തിലെ ഓരോ വാക്കുകളും എഴുതാൻ അറിയണം കുഞ്ഞുങ്ങളെ. ഒരു വരിയെ എഴുതിയുള്ളിലും ആ എഴുതുന്ന വരി തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിനകത്തിൽ കഴിവതും. നമ്മളങ്ങ് ഒരു പേജ് നിറച്ചോ അല്ലെങ്കിൽ 3 പുറം നിറച്ച് എഴുതിയെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്താ കുഞ്ഞുങ്ങളെ, ഒരു വരിയാണെങ്കിലും അത് തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഓരോ പോയിൻ്റായിട്ട് ഞാൻ എഴുതി വെച്ചാൽ നോക്കിക്കേ, ഇതൊരു പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനും കൂടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ
ഓരോ പോയിൻ്റായിട്ടൊക്കെ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ കഥ വായിച്ചപ്പോൾ കഥ കേട്ട് കഴിഞ്ഞല്ലോ, കഥ കേട്ടവർക്ക് ഇത് എളുപ്പമായിരിക്കും അല്ലേ. സൺഡേ ഇൻഡിപെൻഡൻസിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമാണ് ആ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ വന്നത്. പെയിൻറ്റിങ്ങിന് സമ്മാനം ലഭിച്ചതിനാൽ പത്രത്തിൽ വാർത്ത കൊടുക്കാനും ഫോട്ടോ കൊടുക്കാനുമാണ് അവർ വന്നത്. അമ്മയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്റ്റിയുടെ ഒരു ഫോട്ടോ അവർ എടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി അതിനകത്തിലെ ടെസ്റ്റിലെ അടുത്ത ചോദ്യം നോക്കിയേ, ചർച്ച ചെയ്യാം എഴുതാം എന്നാണ്. നോക്ക് എടാ, നീ നേടി നോക്കിയേ. ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളാണിവ അല്ലേ. പരിമിതികളിൽ നിന്നും സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീർന്നത്. ഒരു കുറിപ്പ് തയ്യാറാക്കാൻ, എന്തായാലും പരീക്ഷയ്ക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും കേട്ടോ. കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ. അപ്പം ഈ ഒരു പാഠത്തിൽ നിന്ന് കുറിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ എഴുതും? ക്രിസ്റ്റി ബ്രൗൺ പൂർണ്ണമായിട്ടും ഒരു ചിത്രകാരനാണ്. നോക്കണേ, അപ്പോൾ ക്രിസ്റ്റിയുടെ ഒരു ക്രിസ്റ്റിയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും നിങ്ങളങ്ങ് ഇത് എഴുതിയാലും മതി കുഞ്ഞുങ്ങളെ, കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഇതിനകത്തിലുണ്ട്. നോക്കിയേ, ക്രിസ്റ്റി ബ്രൗൺ പൂർണ്ണമായിട്ടും ഒരു ചിത്രകാരനാണ്, ഒരു എഴുത്തുകാരനാണ്. സെറിബ്രൽ പാൾസി, ആ രോഗത്തിൻ്റെ പേരറിയണേ കുഞ്ഞുങ്ങളെ. സെറിബ്രൽ പാൾസി എന്ന രോഗം ജന്മനാ ബാധിച്ച ക്രിസ്റ്റിയുടെ ആത്മവിശ്വാസവും തൻ്റെ ഇടവും കലയുടെ ഉയരങ്ങളിൽ എത്തണമെന്ന അഭിലാഷവുമാണ് ലോകം അറിയുന്ന കലാകാരനായി അദ്ദേഹത്തെ വളർത്തിയത്. വായിക്കാൻ അറിയണേ എന്താ നിങ്ങളെ? ക്രിസ്റ്റി ബ്രൗൺ പൂർണ്ണമായിട്ട് ഒരു ചിത്രകാരനാണ്. അദ്ദേഹം ഒരു ചിത്രകാരനാണ്, പിന്നെ ഒരു എഴുത്തുകാരനാണ്. പിന്നെ സെറിബ്രൽ പാൾസി എന്ന രോഗം ജന്മനാ ബാധിച്ച ക്രിസ്റ്റിയുടെ ആത്മവിശ്വാസവും തൻ്റെ ഇടവും കലയുടെ ഉയരങ്ങളിൽ എത്തണമെന്ന അഭിലാഷവുമാണ് ലോകമറിയുന്ന കലാകാരനായി അദ്ദേഹത്തെ വളർത്തിയത്. ക്രിസ്റ്റിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഈ സത്യങ്ങളാണ്. ക്രിസ്റ്റിക്ക് സമ്മാനം ലഭിച്ചുവെന്നറിഞ്ഞ് പിതാവ് പറഞ്ഞ വാക്കുകൾ ക്രിസ്റ്റി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതാണ്. പരിമിതികളിൽ നിന്നും അനുകരണീയമായ സാധ്യതകളിലേക്ക് ക്രിസ്റ്റി ഉയർന്നു വന്നു. ഇതുതന്നെയാണ് അനന്തര തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരണീയമാവുന്നതും. കേട്ടോ കുഞ്ഞുങ്ങളെ, ഇതൊരു മോഡലായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതും എഴുതാം. നമ്മുടെ ക്രിസ്റ്റിയെ എടുത്ത് പേപ്പറിനകത്തിലെ വാർത്ത കണ്ട് അച്ഛൻ വന്ന് ചോദിക്കുന്ന നോക്ക് ഇടാ, നീ നോക്കിയേ, നീ നേടിയിടാ, നീ ഇത് നോക്കിയേ എന്ന് പറയുന്ന പേപ്പർ നോക്കി അല്ലേ. ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളിലെ ആ പരിമിതികളിൽ നിന്നും സാധ്യത എത്രയെന്ന് വെച്ചാൽ അത്രയും പോരായ്മ ഉണ്ടായിട്ടും ഇല്ലേ, ഇത്രയും ബഹുമതി നേടിയില്ലേ, അതിൻ്റെ ആ ഒരു അല്ലേ സന്തോഷം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ അങ്ങനെ എഴുതാം. ഞാൻ ഈ പറയുന്ന രീതി തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പിന്നെ ഒട്ടും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ഈ രീതി തന്നെ എഴുതി വെക്കുക എന്നുള്ളത് കേട്ടോ നിങ്ങളെ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ഇതിനകത്തുള്ളൊരു ഇമെയിൽ തയ്യാറാക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മലയാളത്തിൽ ഇതുവരെ ഇമെയിൽ തയ്യാറാക്കിയിട്ടുണ്ടോ നിങ്ങളെ? അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിക്കൊണ്ടിരുന്ന ജസ്വറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം. അത് ഈ കഥാപാത്രമൊന്നുമല്ല, ആരോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പേര് ആയിക്കോട്ടെ, ഒരു ഇമെയിൽ തയ്യാറാക്കാൻ നിങ്ങളുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇമെയിൽ തയ്യാറാക്കുക എന്ന് കണ്ടോ. ഇത് ബാല്യം മുതൽ മസ്കുലർ അട്രോഫി എന്ന രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ജസ്വർ. ശരീരം 80% തളർന്ന അവസ്ഥയിൽ 6ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു. ചിത്രകലയിൽ അതിജീവനപരമായ ജസ്വർ കൈകൊണ്ട് എടുക്കേണ്ടവ വാഗൊണ്ട് എടുത്തേ പറ്റൂ. കൈകൊണ്ട് എടുക്കാൻ പറ്റാത്തത് വാഗൊണ്ടായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ എന്ന ബോധത്താൽ വരയുടെ രംഗത്ത് തൻ്റെതായ ഒരു ശൈലി വികസിപ്പിച്ചു. തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങളിൽ പങ്കെടുത്ത് അംഗീകാരം നേടി. പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ്. അദ്ദേഹം വരയ്ക്കുന്ന ഒരു പടത്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നുണ്ടോ, ആന ഉണ്ടോ തിടമ്പേറ്റി നിൽക്കുന്ന ഒരു ഇതാണല്ലേ, കണ്ടോ നിങ്ങളെ. അപ്പോൾ ഇമെയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കി. അതിൻ്റെ ഒരു മോഡലാണ്. നമ്മൾ അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അത് വേണം ഫസ്റ്റിൽ കൊടുക്കാൻ. അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം, ഇനി കിട്ടുന്ന ആളിൻ്റെയും അയക്കുന്നതും വേണം, കിട്ടുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസവും കൊടുക്കണം. ചിത്രകലയിൽ അതിജീവനത്തിൻ്റെ നൂതന സാന്നിധ്യം കുറിച്ച ജസ്വറിന് എൻ്റെ അഭിനന്ദനങ്ങൾ.
കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ 1-2 സെൻറ്റൻസ്. നൂതനമായ ഒരു അവബോധത്തിലൂടെ ഒരു ശൈലി ചിത്രകലയിൽ അവലംബിക്കുകയും രാജ്യാന്തര പ്രശസ്തി സമ്പാദിക്കുകയും ചെയ്ത താങ്കൾ നമ്മുടെ നാടിനൊരു അഭിമാനമാണ്. ഇത് മാറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എഴുതാൻ അറിയാമെങ്കിൽ അത് എഴുതാം എന്ന് സ്നേഹപൂർവ്വം ഒപ്പ് തീയതി. ഇപ്പം ഇത്രയും എഴുന്നേറ്റുണ്ട്. 5 മാർക്കൊക്കെ ആയിരിക്കും, 4-5 മാർക്ക്. അതാണ്ട് ഇത്രയും ഇമെയിൽ തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ നിങ്ങൾ ഇമെയിൽ പഠിച്ച് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പാഠത്തിനകത്തിൽ എന്താ, നമ്മളൊരു 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കേട്ടോ. ടീച്ചറൊക്കെ പഠിക്കണേ നിങ്ങളെ. ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നതായാലും ട്യൂഷൻ്റെ അവിടെ പഠിപ്പിക്കുന്നതായാലും ഇപ്പോൾ എന്തിനെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാം മീഡിയ വഴി എല്ലാം നമുക്കറിയാവുന്ന. അപ്പോൾ ഇതിനകത്ത് ഞാനെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ ആൻസർ തന്നു, പിന്നെ ഒരു കുറിപ്പ് എഴുതാൻ തന്നു, ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് ഈ പാഠത്തിനകത്തിൽ ആകെ തന്നിട്ടുള്ളത് അല്ലേ. അത് അത്രയും പഠിക്കണേ. ഇനി അടുത്ത പാഠം എന്ന് വെച്ചാൽ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നൊരു പാഠമാണ്. രണ്ടും കൂടി ഒരുമിച്ച് ഞാനങ്ങ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ, ഇനിയിപ്പോൾ പരീക്ഷയല്ലേ, നോട്ട് എഴുതാൻ നേരം തപ്പണ്ടാലോ എന്ന് കരുതിയാൽ നോക്കൂ നിങ്ങൾ. ചിത്രശലഭങ്ങളാണ്. ഈ പാട്ടും പാടിക്കൊണ്ടിരുന്നാൽ നമുക്ക് അത്രയും സമയം അങ്ങ് പോകും. കാരണം ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ. ടെസ്റ്റ് കയ്യിലില്ലയോ നിങ്ങളെ. അപ്പോൾ അത് ആ പാട്ട് നിങ്ങളങ്ങ് വായിച്ച് പഠിക്കണം കേട്ടോ. ഇനി ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞ എന്തോന്നറിയോ, 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് പാറിപ്പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ഈ ചിത്രശലഭങ്ങൾ എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ, എന്താണ് ഈ ചിത്രശലഭങ്ങൾ, എന്താണ് ചിത്രശലഭങ്ങൾ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പക്ഷേ ഈ ചിത്രശലഭങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിനകത്തിൽ അതുണ്ട്. എന്താ നിങ്ങളെ, 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് പാറിപ്പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. ഭൂമിയിൽ ചിത്രകല ഇല്ലാതിരുന്ന കാലത്ത് തന്നെ ഈ ചിത്രശലഭങ്ങൾ ജനങ്ങളെ ചിത്രങ്ങൾ കൊണ്ട് നടന്നു എന്നാ പറയുന്നത്. അതിനുശേഷം ഗുഹാചിത്രങ്ങളുണ്ടായി, ചുമർ ചിത്രങ്ങളുണ്ടായി, തുണി ചിത്രങ്ങളുണ്ടായി. ഇപ്പോൾ അല്പായുസുകളായ ചിത്രശലഭങ്ങൾ ചിറകിൽ വരച്ചിട്ട ചിത്രങ്ങളുമായി അവ പാറി നടക്കുന്നു എന്നാ പറയുന്നത്. പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ ജീവിച്ചു. അതൊക്കെ പാട്ടിൻ്റെ, നമ്മൾ ആ പാട്ട് വായിച്ചില്ല നിങ്ങളെ. അതിനകത്തിൽ എന്തൊക്കെയാ സംഭവം പറയുന്നതെന്നൊന്ന് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെയായിരുന്നു ജീവിച്ചത്. അപ്പോഴും അവ പുഴുക്കളാണ് അല്ലേ. എന്നാൽ ചിറകുകൾ ഉള്ളവരുമാണ്. വിരൂപതയും സൗന്ദര്യവും അവർ ഒന്നിപ്പിച്ചു. ക്രമേണ വൈരൂപ്യത്തെ അവർ സൗന്ദര്യമാക്കി. നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കി. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം നമുക്ക് ഓർത്തു വയ്ക്കാം. ആ ബാല്യകാലവും മനുഷ്യന്റെ ചിത്രം തന്നെയാണ്. ആ ബാല്യകാലം ഓർത്തുകൊണ്ട് മനുഷ്യനും പറക്കുന്നു. മനുഷ്യൻ വലുതാകുമ്പോൾ അവൻ്റെ ചിറകുകൾ കൊഴിയുന്നു. അതിനുശേഷം അവർ പുഴുവായിട്ട് ഇഴഞ്ഞു നടക്കുന്നു. പുഴുവായി ജീവിച്ച ചിത്രശലഭം പുഴു എന്ന അവസ്ഥ കൊഴിയുമ്പോൾ ചിത്രശലഭമായി ജീവിക്കുന്നു. എന്നാൽ ബാല്യകാലത്ത് ചിത്രശലഭമായി പാറി നടക്കുന്ന മനുഷ്യരോ പ്രായമാകുമ്പോൾ ചിറക് കൊഴിഞ്ഞ് പുഴുവായിട്ടും ജീവിക്കുന്നു എന്നാ പറയുന്നത്. ഇപ്പം പിടികിട്ടിയോ ഞങ്ങളെ ആ വരി? ഞങ്ങളെ ഈ ഒരു വരി ഓർക്കണം. നമ്മൾ പുഴുവായി ജീവിച്ച ചിത്രശലഭമേ, ആദ്യമേ ചിത്രശലഭം ഒരു പുഴുവാണെന്ന്. പിന്നീടാണ് അതിന് കളറൊക്കെ, അതിൻ്റെ ചിറകിന് കളറും ഒക്കെ വന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ചിത്രശലഭമായിട്ട് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യരെങ്ങനെയാവും ഞങ്ങളെ? മനുഷ്യര് ബാല്യകാലത്ത് ചിത്രശലഭങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നീടോ മനുഷ്യ പ്രായമാകുമ്പോൾ അതിൻ്റെ ചിറക് കൊഴിഞ്ഞിട്ട് നമ്മൾ പുഴുവായി മാറും. രണ്ടും 2 സ്റ്റേജായിട്ടാണ് പറയുന്നത് അല്ലേ. അതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കേ. കൊഴിയുക എന്ന് വെച്ചാൽ പൊഴിയുക. വൈരൂപ്യം എന്ന് വെച്ചാൽ വിരൂപത. അല്പായുസുകൾ എന്ന് വെച്ചാൽ കുറച്ച് ആയുസ് മാത്രമുള്ളതിനെയാണ് അല്പായുസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് ചിത്രശലഭങ്ങളെ കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏത് കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്? ഏത് കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്? പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ ജീവിച്ചത്. മനുഷ്യർ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നാണ് ഇപ്പോൾ കവി പറഞ്ഞത്. മനുഷ്യൻ പ്രായമാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ് പുഴുക്കളായിട്ട് ഇഴഞ്ഞു നടക്കുന്നു. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യം ഈ പാഠത്തിൽ കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ തന്നെ നമുക്ക് അതിനെ കുറച്ചൊക്കെ അറിയാൻ പറ്റും അല്ലേ. അതായത് ചിത്രശലഭത്തെ കവി പറയുന്നത് ചിത്രകാരനും ചിത്രകാരിയുമായിട്ടാണെന്നാണ് പറയുന്നത് അല്ലേ.
കയ്യിൽ ചിത്രങ്ങളില്ലാതെ എപ്പോഴായിരുന്നു? പുഴുക്കളായി കഴിഞ്ഞ കാലത്തായിരുന്നു അല്ലേ? മനുഷ്യർ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനുഷ്യർ പ്രായമാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ് പുഴുക്കളായിട്ട് ഇഴഞ്ഞു നടക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഈ ടെസ്റ്റിലെ ചർച്ച ചെയ്യാം. രണ്ട് കയ്യിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാര്യം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ കവി? ചിത്രശലഭങ്ങൾക്ക് രണ്ട് ചിറകുകളാണല്ലോ ഉള്ളത്. ഈ ചിറകുകളെ കവി രണ്ട് കൈയായിട്ടാണ് അല്ലെ, കരങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇരു കരങ്ങളിലും ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരായി കവി അവരെ കാണുന്നു. കേട്ടോ, 3 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങളെ. ചിത്രശലഭങ്ങൾക്ക് രണ്ട് ചിറകുകളാണല്ലോ ഉള്ളത്. ഈ ചിറകുകളെ കവി രണ്ട് കരങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇരു കരങ്ങളിലും ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരായിട്ട് കവി അവരെ കാണുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ, എക്സാം ആണേ, മറക്കല്ലേ. അടുത്ത് നോക്കിക്കേ, രണ്ടാമത്തെ, വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിയെടുത്താണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ടെസ്റ്റിലെ ചോദ്യമാണ് ഇതെല്ലാം കേട്ടോ. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കണേ. ചിത്രശലഭങ്ങളുടെ ജീവിതത്തെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധിക്കുകയാണ് നമ്മുടെ കവി. ചിത്രശലഭങ്ങൾ ആദ്യം പുഴുവായിരുന്നു. വൈരൂപ്യമാണ് പുഴുവിൻ്റെ മുഖമുദ്ര. പുഴു വിവിധ ദശകങ്ങൾ കടന്ന് ചിത്രശലഭങ്ങളാകുമ്പോൾ സൗന്ദര്യമുള്ള ഒരു ജീവിയായിട്ട് മാറുന്നു അല്ലേ? വൈരൂപ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വൈരൂപ്യത്തിൽ തന്നെ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. മാനവ ജീവിതവും അങ്ങനെയാണ്. വൈരൂപ്യത്തിൽ സൗന്ദര്യവും സൗന്ദര്യത്തിൽ വൈരൂപ്യവും ഒളിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും തുല്യമായി കാണുന്നവർ ജീവിതത്തിൽ വിജയിക്കും എന്നാവും നിങ്ങളെ പറയുന്നത് കേട്ടോ. അതൊരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതിനെ കുറിച്ചാണ്. ചിത്രശലഭങ്ങളുടെ ജീവിതത്തെ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് കവി. ചിത്രശലഭങ്ങൾ ആദ്യം പുഴുവാകുന്നു അല്ലേ? വൈരൂപ്യമാണ് പുഴുവിൻ്റെ മുഖമുദ്ര. പുഴു വിവിധ ദശകൾ കടന്ന് ചിത്രശലഭങ്ങളാകുമ്പോൾ സൗന്ദര്യമുള്ള ഒരു ജീവിയായിട്ട് മാറുന്നു. വൈരൂപ്യത്തിൽ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. മാനവ ജീവിതവും അങ്ങനെയാണ്. വൈരൂപ്യത്തിൽ സൗന്ദര്യവും സൗന്ദര്യത്തിൽ വൈരൂപ്യവും ഒളിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും തുല്യമായി കാണുന്നവർ ജീവിതത്തിൽ വിജയിക്കും. ഓക്കെയാണോ? ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യരുടെ ജീവിതവും ഒന്ന് തന്നെയാണ്. കവിതയിലെ ഈ അവസാനത്തെ വരിയിൽ ഇതിന് ഉദാഹരണം എന്താണ്? അവസാനത്തെ വരിയിൽ ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ, പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം രണ്ട് ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. ഇതാണ് കവിതയിലെ ഒരു തെളിവ്. എന്ത് തെളിവാണെന്ന് അല്ലേ? ഇതാണ് ഒരെണ്ണം. എന്താ? മനുഷ്യന് വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, പിന്നെ പുഴുവായിട്ട് ജീവിക്കുന്നു. ചിത്രശലഭങ്ങൾ ബാല്യകാലം പുഴുവായിട്ട് ജീവിക്കുന്നു, പിന്നെ ചിത്രശലഭമായിട്ട് മാറുന്നു. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ മാനവ ബന്ധവുമായി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളിതൊക്കെ? എന്താ നിങ്ങളിവിടെ പറയുന്നത്? ഇതാണ് കവിതയുടെ ഒരു തെളിവ്. മനുഷ്യന് വലുതാവുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, പിന്നെ പുഴുവായി ജീവിക്കുന്നു. ചിത്രശലഭങ്ങൾ ബാല്യകാലം പുഴുവായി ജീവിക്കുന്നു, പിന്നെ ചിത്രശലഭമായിട്ട് മാറുന്നു. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ മാനവ ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. അതായത് ചിത്രശലഭങ്ങൾ കുഞ്ഞിലെ എന്തായിട്ട് മാറുന്നു? പുഴുവായിട്ട് മാറിയിട്ട് വലുതാകുമ്പോൾ അത് ചിത്രശലഭമായിട്ട്, അങ്ങ് നല്ല ചിറകുകളുള്ള ചിത്രശലഭമായിട്ട് മാറുന്നു. പക്ഷെ നമ്മളോ ബാല്യകാലത്തിൽ നമ്മൾ ചിത്രശലഭമായിട്ട് നടന്നിട്ട് വാർദ്ധക്യമാകുമ്പോൾ എന്താണ്? നമ്മുടെ ചിറകുകളെല്ലാം ഒടിഞ്ഞ് നമ്മൾ പുഴുവായിട്ട് ഇഴഞ്ഞ് അല്ലേ പറഞ്ഞത്. ചിത്രശലഭങ്ങൾ ബാല്യകാലം പുഴുവായി ജീവിക്കുന്നു, പിന്നെ ചിത്രശലഭമായിട്ട് മാറുന്നു. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ മാനവ ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് ഈ കവിതയിൽ രചിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയോ നിങ്ങളെ? ഇതെല്ലാം നല്ലതുപോലെ ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ എഴുതിയെടുക്കണേ. ഏതാ? വൈരൂപ്യവും സൗന്ദര്യവും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. അതുപോലെ തന്നെയാണ് ഇത് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ 3 അല്ലേ? പിന്നെ 2 കയ്യിലെ ചിത്രങ്ങൾ പിടിച്ച് പറന്ന് നടക്കുന്നത് ചിത്രകാരനും ചിത്രകാരിയെക്കുറിച്ചും ആകെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറേ ഞാൻ തന്നിട്ടുള്ളൂ. അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഇത്രയും തന്നെ ഈ 30 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ 2 ചാപ്റ്ററിൻ്റെ ഏകദേശം അതുപോലെ ഇമെയിൽ തയ്യാറാക്കുന്നതും ഒക്കെ അറിയണം കേട്ടോ.
ഇമെയിൽ തയ്യാറാക്കാൻ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. സൺഡേ ഇൻഡിപെൻഡൻസ് കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് ആ നമ്പർ അടിസ്ഥാനത്തിൽ ടെസ്റ്റിൽ വേണ്ട ചോദ്യമുണ്ട്. ടെസ്റ്റിലെ ചോദ്യത്തിൻ്റെ മാത്രം ഉത്തരങ്ങളാണ് കേട്ടോ. എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. അപ്പോൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. കമൻറ്റ് ബോക്സ് ഓണാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് കേട്ടോ എന്നോട് പറയാം. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.